ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. അസ്സലാമു അലൈക്കും. ഒരു ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്ത് നിസ്കാരം, അത് ഫർദ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണമായിട്ട് സുബഹ് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്ത് നിസ്കാരം സുബഹ് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. അതെ, അത് പറ്റും. ഏത് നിസ്കാരത്തിന്റെയും മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് ശേഷം നിസ്കരിക്കാം. പക്ഷേ അസറിന്റെയും സുബഹിയുടെയും സുന്നത്ത് മനഃപൂർവ്വം പിന്തിക്കുന്നത് നല്ലതല്ല. സംഗതി വശാൽ ഉദാഹരണം, നമ്മൾ പള്ളിയിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ കരുതി പുറപ്പെട്ടു, പള്ളിയിലെത്തിയപ്പോക്ക് സുബഹി നിസ്കാരം തുടങ്ങിയിരുന്നാ പിന്നെ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നാൽ സുബഹിന്റെ ശേഷം നിസ്കരിക്കുക. അതായത് മനഃപൂർവ്വം സുബഹിന്റെ ശേഷത്തിലേക്കും അസറിന്റെ ശേഷത്തിലേക്കും പിന്തിക്കരുത് എന്നതൊഴിച്ചാൽ സംഗതി വശാലാവുകയോ അല്ലെങ്കിൽ ബാക്കി ഏത് നിസ്കാരത്തിനാണെങ്കിലും നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാവുന്നതും അത് അതാ ആവുന്നതുമാണ്, ഖളാവ് കൂടിയല്ല. വഖത്ത് കടന്നാൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖത്ത് പ്രവേശിക്കുകയും നിസ്കാരം ഖളാവുന്നതോടുകൂടി മാത്രം ഖളാവുന്നതുമാണ്. അപ്പോ അവിടെ മാത്രമല്ല, ജുമാക്കും പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. പലപ്പോഴും ചില പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെയാണ് ഖുത്ബ ആദ്യം മെമ്പറിൽ കയറി ഖത്തീബ് ഇരുന്നിട്ടേക്കാരോ ഒന്നാം ബാങ്ക് തന്നെ കൊടുക്കുക. ഒന്നാം ബാങ്ക് കാരണം ഒരു ബാങ്കേ ഉണ്ടാവുള്ളൂ ചിലയിടത്ത്. ഇപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഹംബലി മദ്ഹബ് അനുസരിച്ചായതുകൊണ്ട് 1 മണിക്കൂർ മുമ്പ് ഒന്നാം ബാങ്ക് കൊടുക്കും. അപ്പൊ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ രണ്ടാമത് ളുഹറിന്റെ വഖത്ത് കിടക്കുമ്പം നേരെ ഖത്തീബ് മെമ്പറിൽ കയറി ഇരുന്ന് സലാം പറയും, എന്നിട്ടാണ് ബാങ്ക് കൊടുക്കുക. പിന്നെ അവിടെ ഈ ഖത്തീബ് മെമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈ സുന്നത്ത് നിസ്കാരം ഫർദിന്റെ ശേഷം നിസ്കരിക്കാവുന്നതാണ്. അത് ഏത് നിസ്കാരത്തിന്റെയും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ശേഷം നിസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് ഖളാവുന്നതല്ല. കാരണം കൂടാതെ പിന്തിക്കുന്നത് ഉത്തമമല്ല, എത്രയുള്ളൂ. പിന്തിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് ഖളാവുല, പിന്തിച്ച് നിസ്കരിക്കാം, സഹിയാകും. സുബഹിന്റെ ശേഷമാവാം, അസറിന്റെ ശേഷമാവാം, എല്ലാ നിസ്കാരത്തിന് ശേഷമാവാം. ഏത് നിസ്കാരത്തിന് ശേഷം മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതായി തന്നെ സുന്നത്ത് നിസ്കാരം സഹിയാവുകയും ചെയ്യും. ഉസ്താദിന്റെ ചോദ്യം, പള്ളിയിൽ കടന്ന് തയ്യത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഫാത്തിഹ ഓതി പകുതി ആയപ്പോഴേക്കും ഇക്കാമത്ത് കൊടുത്തു. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് ആളുകൾ സലാം വീട്ടുന്നതായിട്ട് കാണാം. അതിന്റെ വിധി എന്താണെന്ന് വിശദീകരിച്ചാൽ. അതിന്റെ വിധി ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, അതായത് നിങ്ങൾ പള്ളി കയറി തയ്യത്തിന് വേണ്ടി തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി തുടങ്ങിയുള്ളൂ, അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതാ ചോദ്യം. ആൾക്കാരെന്തോ ചെയ്യേണ്ടത്, അതിന്റെ വിധി എന്താന്ന് നമ്മൾ നാട്ടുകാർ ചെയ്യുന്നതിന്റെ നാട്ടുകാർ ചെയ്യുന്നതിന്റെ വിധിയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നാം എന്ത് ചെയ്യണം? അതാണല്ലോ ഇപ്പൊ വിഷയം. അങ്ങനെ ആക്കുക നമ്മൾ ചോദ്യം. അങ്ങനെ വന്നു, നിങ്ങൾ ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു. നിങ്ങൾ വേഗത്തിൽ 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ച് സലാം വീട്ടി ഇമാമിനോട് കൂടി തുടർന്നാൽ നിങ്ങൾക്ക് ആ ജമാഅത്ത് പൂർണ്ണമായി ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വേഗം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ തുടരലാണ് ഉത്തമമായ ഹൈറായ രീതി. ഇനി അതിന് നിൽക്കാതെ വേഗം 1 റക്അത്ത് പൂർത്തിയാക്കി നിയ്യത്ത് കൊണ്ട് 1 റക്അത്താക്കി ചുരുക്കി നിയ്യത്ത് ചെയ്ത് വേഗം 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ നിസ്കാരത്തിൽ കൂടുകയാണെങ്കിൽ അതിലും വിരോധമില്ല. ഇനി അതിനൊന്നും നിൽക്കാതെ ഈ നിസ്കാരം തന്നെ അങ്ങോട്ട് മുറിച്ചു എന്നിട്ട് പോയി ആ ജമാഅത്തിൽ കൂടിയാലോ? സംഗതി ഓക്കെയാണ്, പക്ഷെ അത് നല്ല രീതിയല്ല. മനസ്സിലായില്ലേ? അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് പോയിട്ട് തുടരുക എന്നത് നല്ല രീതിയല്ല. അതേസമയത്ത് ജമാഅത്ത് നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാവുമോ? സാധാരണ അങ്ങനെ വരുന്നൊരു അവസ്ഥ വന്നോട്ടിക്കോളി. നിങ്ങൾ അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക, ഇനി വേറൊരു ജമാഅത്ത് കിട്ടൂല. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ജമാഅത്ത് കാണാതെ വേഗം കയറിയായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്നുള്ള തക്ബീർ കിട്ടി.
തക്ബീർ കെട്ടി നോക്കുമ്പോഴാണ് അപ്പുറത്ത് നിസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഒടുവിലത്തയ്യാത്തിലാണ് കഴിയാൻ പോകുന്നു. ഒരു റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി അവിടെ ചെല്ലുപോക്ക് പോലെ ജമാഅത്ത് കഴിഞ്ഞു പോകും. പിന്നെ ജമാഅത്ത് കിട്ടൂല എന്ന് കണ്ടാൽ അവിടെ മുറിച്ചു പോകാം. അല്ലാത്ത സാഹചര്യത്തിൽ സൗകര്യപ്പെടുമെങ്കിൽ വേഗത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ തുടരുകയോ, അപ്പോഴേക്ക് റക്അത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് കണ്ടാൽ 1 റക്അത്തെങ്കിലും ആക്കി ചുരുക്കി 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി അതിനോട് തുടരുകയോ ചെയ്യുകയാണ് നല്ല രീതി. ഇനി ഒരാൾ അങ്ങനെ തന്നെ മുറിച്ചു പോയാൽ ഹറാമൊന്നുമില്ല. സുന്നത്ത് നിസ്കാരം മുറിക്കുന്നത് ഹറാമില്ല എന്നതാണ് ഷാഫി മദ്ഹബിന്റെ വിധി. എന്നാൽ മറ്റ് ഹനഫി മദ്ഹബ് പോലത്തെ മദ്ഹബുകളിലൊക്കെ മുറിക്കൽ ഹറാമ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിസ്കാരം തുടങ്ങി 1 റക്അത്ത് കൂടി പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പ് ഇഖാമത്ത് കൊടുത്ത് ജമാഅത്ത് തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേഗം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ 2 റക്അത്ത് ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി തുടരുക. അതിന് പ്രയാസം നേരിടുമെന്ന് കാണുകയാണെങ്കിൽ 1 റക്അത്തായി ചുരുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വേഗത്തിൽ 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ ജമാഅത്തിൽ പോയി തുടരുക. ഇത് രണ്ടുമാണ് നല്ല രീതി. അതിന് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് മുറിച്ചു പോകുന്നത് കൊണ്ട് ഹറാമില്ല, അങ്ങനെയും ആവാം. ഓക്കെ, നാട്ടുകാരെങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു വേണമെങ്കിൽ ഒരു പാവം പോലെ ചെയ്തോട്ടെ. നമ്മൾ അങ്ങനെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ഇങ്ങനെയാവും. ഓക്കെ.